പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ പോലീസിൽ വീണ്ടും പരാതി നൽകി കുടുംബം. സൈക്യാട്രി വിഭാഗം അധ്യാപകനെ ഒന്നാം പ്രതിയാക്കണമെന്നാണ് പരാതിയിലുള്ളത്. അധ്യാപകന്റെ സാന്നിധ്യത്തിൽ സഹപാഠികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചെന്നും പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ അമ്മുവിന്റെ പിതാവ് സജീവ് ആരോപിച്ചു. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ചേരുന്നുണ്ട്. ശ്രീരാജ്, ഈ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ കേസുകൾ ഉണ്ടാവുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിശദാംശം? ഗൗതം, അല്പസമയം മുൻപാണ് അമ്മു സജീവിന്റെ പിതാവും ബന്ധുവും ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി അമ്മു സജീവ് ആത്മഹത്യ ചെയ്ത അമ്മു സജീവ് നിന്നിരുന്ന ഹോസ്റ്റലിലെത്തി അമ്മു സജീവിന്റെ വസ്ത്രങ്ങളും മറ്റ് സാമഗ്രികളുമെല്ലാം കൊണ്ടുപോയിട്ടുള്ളത്. ഇവർ ഡിവൈഎസ്പി ഓഫീസിലെത്തി നേരിട്ട് പരാതി നൽകാനും അതുപോലെ തന്നെ അമ്മുവിന്റെ സാധന സാമഗ്രികൾ കൊണ്ടുപോകാനുമായി എത്തിയതായിരുന്നു കുടുംബം പുതിയ പരാതി നിലവിൽ പോലീസിന് നൽകിയിട്ടുണ്ട്. പരാതിയിൽ പറയുന്നത് കോളേജിലെ സൈക്കാട്രി വിഭാഗം അധ്യാപകനായ സജിയെ ഒന്നാം പ്രതിയാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കുടുംബം ഇത്തരത്തിൽ ഒരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാനുള്ള കാരണം ഈ ലോഗ് ബുക്ക് കാണുന്നില്ല എന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അമ്മു സജീവിനെ നിലവിൽ അമ്മു സജീവ് ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതികളായ 3 വിദ്യാർത്ഥികളും ഈ സൈക്കാട്രി വിഭാഗം അധ്യാപകനായ സജിയും ചേർന്ന് ലോഗ് ബുക്ക് കാണുന്നില്ല എന്നാരോപിച്ച് അമ്മുവിനെ 2 മണിക്കൂറിലധികം നേരം കുറ്റവിചാരണ നടത്തിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കുടുംബം പറയുന്നത് കുറ്റവിചാരണയാണ് അവിടെ നടന്നത്. സൈക്യാട്രി വിഭാഗം അധ്യാപകൻ ഒരു കൗൺസിലിംഗ് അല്ല നടത്തിയത്. കുറ്റവിചാരണ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് 2 മണിക്കൂറിലധികം അമ്മു സജീവിനെ കുറ്റവിചാരണ ചെയ്യുകയായിരുന്നു എന്നാണ് അവർ ആരോപിച്ചത്. അതുപോലെ തന്നെ കുടുംബം പറയുന്നു, ഒരു കൗൺസിലിംഗ് അധ്യാപകന്റെ ഭാഗത്ത് നിന്നും കൗൺസിലിംഗ് നടത്തുന്ന ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടുന്ന ഒരു നടപടിയായിരുന്നില്ല ഈ അമ്മു സജീവിനെതിരെ ഈ അധ്യാപകൻ നടത്തിയിരുന്നത് എന്നും കുടുംബം ആരോപിക്കുന്നു. അത്തരത്തിൽ കുറ്റവിചാരണ നേരിട്ട അതിനുശേഷമാണ് അമ്മു സജീവ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം പറയുന്നത്. ഇത്രയും ദിവസം ഈ ഒരു വിവരം കുടുംബം അറിഞ്ഞിരുന്നില്ല എന്നും ഇന്നാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം കുടുംബം അറിഞ്ഞതെന്നും നിലവിൽ അമ്മു സജീവിന്റെ പിതാവ് സജീവ് ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോഗ് ബുക്ക് കാണാതായെന്ന് ആരോപിച്ചാണ് ഈ അമ്മു സജീവിനെ ഈ വിദ്യാർത്ഥികളും അധ്യാപകനും ചേർന്ന് കുറ്റവിചാരണ നടത്തിയതെന്നും ലോഗ് ബുക്ക് കാണാതായതിൽ അമ്മുവിന് ഒരു പങ്കുമില്ല എന്നും അതും ഈ വിദ്യാർത്ഥികൾ തന്നെ കെട്ടിച്ചമച്ചതാകാമെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഇത്തരത്തിൽ അമ്മു സജീവിനെ ആത്മഹത്യയിൽ ഈ കോളേജിലെ തന്നെ സൈക്യാട്രി വിഭാഗം അധ്യാപകനായ സജിയെ ഒന്നാം പ്രതിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎസ്പിക്ക് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. ഗൗതം, ശരി. പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.